ഹായ്, എല്ലാവർക്കും ടിപ്സി ക്ലബ് ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഗോകുൽ കൃഷ്ണ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് ജവാൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അതൊന്ന് കയറി കാണുക. അപ്പോൾ ഇന്ന് നമുക്ക് റമ്മിൻ്റെ തന്നെ വേറൊരു വേരിയൻ്റ് നമുക്ക് പരിചയപ്പെടാം. ബക്കാഡി വൈറ്റ് റമ്മ. ബക്കാഡിയുടെ വേരിയൻറ്റിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ വൈറ്റ് റമ്മ ബക്കാഡിയുടെ. കാരണം ബക്കാഡി ഏറ്റവും ആദ്യം ഇറക്കിയത് തന്നെ വൈറ്റ് റമ്മ. ഇൻ്റർനാഷണൽ റമ്മിൻ്റെ നമ്മൾ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തിൽ ബക്കാഡി വൈറ്റ് റമ്മിന് ഒരു സ്ഥാനം തന്നെ ഉണ്ട്. ബക്കാഡിയുടെ ഹിസ്റ്ററിയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഫാസിൻഡോ ബക്കാഡി മാസോ എന്ന ഒരു വൈൻ വ്യാപാരി 1830 സ്പെയിനിൽ നിന്ന് ക്യൂബയിലെ സാന്റിയാഗോ എന്ന് പറയുന്ന സ്ഥലത്തിലോട്ട് കുടിയേറി പാർന്നു. ആ സമയത്ത് അവിടെ ക്യൂബയിൽ റം എന്ന് പറഞ്ഞൊരു ചീപ്പ് ആയിട്ട് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സാധനമായിരുന്നു. മിഡിൽ ക്ലാസ് ആൾക്കാരൊക്കെ മേടിച്ച് കഴിക്കുന്നതായിരുന്നു. അതിൻ്റെ കറക്റ്റായിട്ട് ഒന്ന് റിഫൈൻ ചെയ്തും എന്നൊന്നും അല്ലായിരുന്നു അന്ന് റം ഇറക്കിയിരുന്നത്. ഇതിൻ്റെ കളറൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കൊക്കെ ആയിരുന്നു. നമ്മൾ ഈ കാട്ട റം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു. കാരണം അതിനൊരു പ്യൂരിഫിക്കേഷനൊന്നും ഇല്ലാതെ നേരിട്ട് അവരങ്ങ് ഇറക്കുമായിരുന്നു റമ്മൊക്കെ. അപ്പോൾ നമ്മുടെ ഫാസിൻഡോയ്ക്ക് ഒരു പുതിയത് ഇറക്കണമെന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ ഫാസിൻഡോ. അങ്ങനെ 1862 ഫാസിൻഡോയും പുള്ളിയുടെ സഹോദരൻ ഹോസയും കൂടെ ചേർന്ന് സാന്റിയാഗോയിലെ ഒരു ബിൽഡിങ് സ്വന്തമായിട്ട് മേടിച്ചു. എന്നിട്ട് അതിൽ ബക്കാഡിയുടെ ആദ്യ ഡിസ്റ്റിലറി സ്റ്റാർട്ട് ചെയ്തു. ആ ബിൽഡിങ് ഒത്തിരി പഴയ ഒരു ബിൽഡിംഗ് ആയിരുന്നു പുള്ളി മേടിച്ചത്. അത് തുറന്നകത്തോട്ട് ചെന്നപ്പോഴത്തേക്കിന് അതിൻ്റെ റൂഫിൽ മൊത്തം ഈ ഫ്രൂട്ട് ബാറ്റ്സില്ലേ, പഴങ്ങൾ മാത്രം തിന്നുന്ന വവ്വാലുകൾ ചെറിയ, അത് മൊത്തം തൂങ്ങി കിടപ്പുണ്ടായിരുന്നു. ആ വവ്വാലിൽ നിന്ന് ഇൻസ്പയർ ആയാണ് നമ്മുടെ ബക്കാഡിയിൽ വവ്വാലിൻ്റെ ലോഗോ വരാൻ കാരണം. ഇപ്പോൾ നമ്മൾ ഏത് ബക്കാഡിയുടെ ഇതെടുത്താലും അന്ന് തൊട്ട് ഇന്ന് വരെ ബക്കാഡിയിൽ വവ്വാലിൻ്റെ ലോഗോ നമുക്ക് കാണാൻ കഴിയും. ഫാസിൻഡോയുടെ വൈഫ് ഡോണ അമേലിയയുടെ ഐഡിയ ആയിരുന്നു ഈ വവ്വാൽ നമുക്ക് ലോഗോ ആയിട്ട് ഉപയോഗിക്കാമെന്ന്. കാരണം അവരുടെ സ്പെയിൻ കൾച്ചറിൽ ഈ വവ്വാലെന്ന് വെച്ചാൽ ഒരു ഫാമിലി യൂണിറ്റിയുടെയും ഒരുമയുടെയും സ്ട്രെങ്തിൻ്റെയും ഹെൽത്തിൻ്റെയും പിന്നെ അതുപോലെ ഭാഗ്യത്തിൻ്റെയും അടയാളമായിട്ടായിരുന്നു അവർ കാണുന്നത്. പക്ഷേ ഭാഗ്യം അവരുടെ കൂടെ അല്ലായിരുന്നു. ബക്കാഡിക്ക് പല പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ക്യൂബൻ റവല്യൂഷൻ്റെ കാലത്ത് ബക്കാഡി ഫാമിലീസിന് ജയിലിൽ കഴിയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഭൂമികുലുക്കമായി വന്ന് നമ്മുടെ ബക്കാഡി റമ്മ് ഉണ്ടാക്കുന്ന ഡിസ്റ്റിലറി നിന്നിരുന്ന സ്ഥലം മൊത്തം നശിച്ചു പോയായിരുന്നു. കോളറ ഡിസീസ് കാരണം നമ്മുടെ ബക്കാഡി ഫാമിലിയിലെ 2 പേർക്കും മരണമടയേണ്ടി വന്നു. അങ്ങനെ പല പല ദുരന്തങ്ങൾ അത് നമ്മുടെ ബക്കാഡിയുടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ബക്കാഡി ഡിസ്റ്റിലറിയുടെ കാര്യങ്ങളും എർത്ത് ആൻഡ് അതുപോലെ തന്നെ അവർ ഡിസ്റ്റിലറിക്ക് തീ പിടിച്ചു. അങ്ങനെ പല പല കാര്യങ്ങൾ ഇവർക്ക് പറ്റിയ ഇതൊക്കെ ബക്കാഡിയുടെ സൈഡിൽ അവർ ലേബിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ പഴയ ഡിസ്റ്റിലറിയിൽ നിന്ന് അവർ തീരുമാനിച്ച് ഫാസിൻഡോയും ഫാമിലിയും വിചാരിച്ചു ഇനിയും അവർക്ക് ക്യൂബ അത്ര രാശിയായിട്ടുള്ള സ്ഥലമല്ല, നമുക്കിനി ഇവിടുന്ന് അങ്ങ് മാറാം എന്ന് തീരുമാനിച്ചിട്ട് അവർ ക്യൂബയിൽ നിന്നും പോയി നേരെ ബെർമുഡയിൽ പോയി അവരവിടെ സെറ്റിലായി. എന്നിട്ട് ബക്കാഡിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ ആരംഭിച്ചു. ഇന്നത്തെ കാലത്തും എന്ന് വെച്ചാൽ ഈ സമയത്തും ബക്കാഡിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബെർമുഡയിൽ തന്നെയാണ്. അവിടെ ഇപ്പം ഫാസിൻഡോയുടെ മോൻ്റെ മോൻ എന്ന് വെച്ചാൽ ഫാസിൻഡോയുടെ 5ാമത്തെ ജനറേഷൻ ഇപ്പം ആ കമ്പനി നടത്തിക്കൊണ്ട് വരുന്നത്. പുള്ളിക്കാരൻ്റെ പേരും ഫാസിൻഡോ എന്ന് തന്നെയാണ്, ഫാസിൻഡോ എൽ ബക്കാഡി. ഇതുപോലെ പല ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ബക്കാഡിയെക്കുറിച്ചുണ്ട്. നമുക്ക് ബക്കാഡിയുടെ പല വേരിയൻറ്റ്സ് റിവ്യൂ ചെയ്യാൻ നേരത്ത് നമുക്ക് അതിലേക്കെല്ലാം കടക്കാം. അപ്പം നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ബക്കാഡി വൈറ്റ് റം, ബക്കാഡിയുടെ ആദ്യത്തെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ വൈറ്റ് റം ആയ ബക്കാഡി വൈറ്റിനെ കുറിച്ചാണ്. ഈ റമ്മിൻ്റെ ഇന്ത്യൻ വേർഷനാണിത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയ റമ്മാണിത്. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. വലിയൊരു ചുവന്ന വട്ടത്തിൽ വവ്വാലിൻ്റെ ലോഗോ ഉണ്ട്. താഴെ ബക്കാഡി എഴുതിയിട്ടുണ്ട്. ഗ്ലാസ് ബോട്ടിലിൽ വൈറ്റ് റം ക്ലാസിക്. സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ബക്കാഡിയുടെ ഡിസ്റ്റിലറിയുടെ പടം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൊരു പാമരവും കാണാം. എല്ലാ ബക്കാഡിയുടെ ഡിസ്റ്റിലറീസിലും ഇപ്പോൾ ഇങ്ങനെ ഒരു പാമരമുണ്ട്. അതൊരു ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് പ്ലാന്റഡ് അറ്റ് ദ ഫസ്റ്റ് ബക്കാഡി ഡിസ്റ്റിലറി ഇൻ ക്യൂബ അറ്റ് 1862 എഴുതിയിട്ടുണ്ട്. പിന്നെ സർവൈവ്ഡ് വാർസ്, നമ്മൾ ആദ്യം പറഞ്ഞ ക്യൂബൻ വാർസ് ഇല്ലേ, അത് എർത്ത്ക്വേക്ക് ഭൂമികളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡിസ്റ്റിലറി മൊത്തവും തീ പിടിച്ചായിരുന്നു. പിന്നെ ഇതിൻ്റെ തീ കോളറയുടെ കാര്യം എഴുതിയിട്ടില്ല. കോളറ കാരണം ഇവരുടെ ഫാമിലിയിൽ 2 ആൾക്കാർ മരിക്കുകയും ചെയ്തായിരുന്നു. പിന്നെ അതേപോലെ തന്നെ
ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം. ബക്കാടി റമ്മിൻ്റെ വിലയെന്ന് പറയുന്നത് 1420. ഇവിടുന്ന് നമ്മുടെ ബിവറേജിൽ 1420 ഇന്നത്തെ റേറ്റ് ബക്കാടിയുടെ വൈറ്റിന്. ലെമണിനും ബ്ലാക്കിനും ഒക്കെ അതിനനുസരിച്ച് വില കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ വില 1420, 750 ml ക്വാണ്ടിറ്റിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്മെൽ ടെസ്റ്റിലേക്ക് കടക്കാം. മുകളിൽ അടപ്പിലോട്ട് വരുവാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പാണ്. അപ്പോൾ നമുക്ക് അടപ്പിലോട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ എക്സൈസിൻ്റെ സ്റ്റിക്കറുണ്ട്. അതുകൂടാതെ വെളിയിൽ നിന്ന് വന്നതിൻ്റെ ഒരു സ്റ്റിക്കറും കൂടെ ഉണ്ട്. നമുക്കത് ഇളക്കി മാറ്റാം. ബക്കാടിയുടെ അടപ്പിൻ്റെ മുകളിലും വവ്വാലിൻ്റെ ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ ബക്കാടിയുടെ പിന്നെ പുറയിൽ ഗ്ലാസ്സിൽ അതുപോലെ വവ്വാലിൻ്റെ ലോഗോ ഉണ്ട്. പിന്നെ എൻ്റെ അടപ്പിലോട്ട് വരുവാണെങ്കിൽ കാസിൻഡോ ഡേ ബക്കാടിയുടെ ഒപ്പും കൊടുത്തിട്ടുണ്ട്. വൈറ്റ് റമ്മെന്ന് ലേബലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പൊട്ടിക്കാം. നമുക്ക് ബക്കാടിയുടെ ബ്രാൻഡ് ഏത് നാട്ടിൽ പോയാലും ഏത് പട്ടിക്കാട്ടിൽ പോയാലും നമുക്ക് ബക്കാടി എവിടെ വേണമെങ്കിലും കിട്ടും. അങ്ങനെ ഒരു ഗുണമുണ്ട് ബക്കാടിക്ക്. ഇത് കോർക്കാണ്, മുകളിൽ മണമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്മെൽ ടെസ്റ്റിലേക്ക് കടക്കാം. സ്മെൽ ടെസ്റ്റിനുള്ള ഗ്ലാസ് ഒരു 10 ml. മൂക്കിലോട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തുളച്ച് കയറുന്ന രീതിയിലുള്ളൊരു മണമാണ്. നമ്മുടെ ഈ ടിന്നറിൻ്റെയും നെയിൽ പോളിഷിൻ്റെയൊക്കെ ഒരു ചെറിയ ഒരു മണം പോലെ വരുന്നുണ്ട്. സാധനം നല്ല കട്ടി സ്മെല്ലാണ്. പിന്നെ നമ്മുടെ ഈ ബക്കാടി നമുക്ക് ഇങ്ങനെ കുടിക്കുന്ന ഡ്രിങ്ക് അല്ല, വെള്ളം ചേർത്ത് അല്ലെങ്കിൽ നീറ്റായിട്ട് അടിക്കേണ്ട ഡ്രിങ്ക് അല്ല. ഇത് സാധാരണ ബക്കാടി മേടിക്കുന്നത് കോക്ടെയിൽസ് ഉണ്ടാക്കാനും ഈ മൊജിറ്റോ ടൈപ്പൊക്കെ ഉണ്ടാക്കാനും വേണ്ടിയാണ് നമ്മൾ സാധാരണ ബക്കാടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സ്മെല്ല് അന്നേരം വരുത്തുകയില്ല, പക്ഷെ നല്ല കിക്ക് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ സ്മെല്ല് കൊള്ളാം. ഒരു പറഞ്ഞില്ലേ, ഒരു ഇതിൻ്റെ മണമാണ്, എന്തുവാ, നെയിൽ പോളിഷിൻ്റെയും ടിന്നറിൻ്റെയും കൂടെ ഒക്കെ ചേർന്ന് അത്ര കട്ടിയുള്ള മണമല്ല, അതിൻ്റെ ഒരു ചെറിയൊരു ലൈറ്റ്, അതിൻ്റെ ആൽക്കഹോളിൻ്റെ മണമുണ്ട്. എല്ലാം കൂടി ചേർന്നൊരു മണമാണ്. കൊള്ളാം സാധനം. ബക്കാടിയുടെ ആ ക്ലാസിക്കിൻ്റെ ആ ഒരു ഐറ്റമാണിത്. പറയുവാണെങ്കിൽ നല്ല ഐറ്റം തന്നെ. ബക്കാടി നല്ല പച്ചവെള്ളം പോലെ ഇരിപ്പുണ്ട്. നല്ല ക്ലിയർ സാധനം. വൈറ്റ് എന്ന് പറയുമ്പോൾ ഇതാ വൈറ്റ്, ചുമ്മാ അല്ല. ലോകത്തിലെ തന്നെ വൈറ്റ് റമ്മിൻ്റെ അല്ലെങ്കിൽ റമ്മിൻ്റെ ലിസ്റ്റിൽ ഒരു സ്ഥാനം ബക്കാടിക്കുണ്ട്. ലോകത്തിലെ തന്നെ ആദ്യത്തെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോകത്തിലെ തന്നെ ആദ്യത്തെ വൈറ്റ് റമ്മാണ് ബക്കാടിയുടെ ഈ വൈറ്റ് റം ക്ലാസിക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോക്ടെയിൽസ് ഒക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് പരിചയപ്പെടാം. ബക്കാടി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കോക്ടെയിൽസും എല്ലാത്തിൻ്റെയും കുറിച്ച്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ആരും മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ മദ്യപിച്ച് കഴിഞ്ഞാൽ ആരും നെഞ്ചത്ത് കയറാതിരിക്കാൻ സൂക്ഷിക്കുക. പിന്നെ മദ്യപാനികളോട് പ്രത്യേകം പറയാനുള്ള കാര്യം, വെറും വയറ്റിൽ മദ്യപിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഡ്രൈ അടിച്ച് ഷോ കാണിക്കാതിരിക്കുക. അതെല്ലാം നമുക്ക് പിന്നെയും ജീവിക്കേണ്ടതാണ്, പിന്നെ ഇതേപോലെ മദ്യപിക്കേണ്ടതാണെന്നുള്ളൊരു ബോധം വേണം. അതേപോലെ തന്നെ മദ്യപിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ മദ്യപിച്ച് നേരെ പോയി കിടന്നുറങ്ങി കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ദോഷം. കഴിവതും മദ്യപിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ചിയേഴ്സ്.